ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് നല്ല അടിപൊളി ഫില്ലിങ്ങോട് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. മുട്ട വെച്ചിട്ടാണ് നമ്മുടെ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു ഈസ്റ്റ് നമ്മുടെ ഈ മൈദയിൽ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഞാൻ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ ഈ ഒരു ഓയിലും അതുപോലെ തന്നെ മുട്ടയും നമ്മുടെ ഈ മൈദയിൽ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ചെറിയ ചൂടുള്ള 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് വേണ്ട കേട്ടോ, ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 1 കപ്പ് വെള്ളം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാതെ കുറേശ്ശായിട്ട് ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റെങ്കിലും ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ദാ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുഴച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു മാവ് ചേർക്കാം, ഒന്ന് വെച്ചെടുക്കുക. എന്നിട്ട് ഒരു 1.5 മണിക്കൂർ നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ല ചൂടായത് കൊണ്ടിട്ട് തന്നെ നമുക്കിത് വേഗത്തിലൊന്ന് റെഡി ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ അതൊന്ന് റെഡി ആകുന്ന ടൈമിൽ നമുക്ക് ഇതിൽക്കൊരു ഫില്ലിങ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒരു 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സവാള നമുക്ക് വേഗത്തിലൊന്ന് വാടി കിട്ടും. അതിനിപ്പോൾ ഈ സവോള നമുക്ക് നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു മീഡിയം സൈസിലുള്ള പഴുത്തിട്ടുള്ള തക്കാളി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി കൂടുതലായിട്ട് ചേർക്കണ്ട, ഒറ്റൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തക്കാളി നമുക്ക് ഉള്ളിയും ഒക്കെ നന്നായിട്ട് എൻ്റെ വേവായിട്ട് കിട്ടണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് വേവാക്കിയിട്ട് എടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവാതിൻ്റെ ശേഷം ഞാൻ 1 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു പച്ചമണം നമുക്ക് മാറും വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ ഈ ഒരു ഡോക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിനിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു ഡോ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒരു ജസ്റ്റ് ഞാനിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുമല്ലോ, ആ ഒരു ടൈമിൽ വല്ലാണ്ട് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഞാനിതൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഭാഗവും അതുപോലെ തന്നെ ഫസ്റ്റത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഒഴിവാക്കുന്നില്ല, അതുണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉള്ളിലേക്ക് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കൂലേ, അതേപോലെ തന്നെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് പോരാ നമുക്ക്, ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ചും കൂടി പൊടിയൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ വലിയതായിട്ട് വേണ്ട, ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കാം നമുക്കിത്.
അപ്പോൾ നമ്മൾ മീഡിയം സൈസിലുള്ള സ്നാക്സാണ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ബാക്കി മുഴുവനായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തിയിട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഫില്ലിംഗ് ഒക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പത്തിരി എടുത്തിട്ടുണ്ട്. അതിൽക്ക് ഇതാ ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു ഫില്ലിംഗ് ആണിത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ചധികം ഫില്ലിംഗ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ടയുടെ പകുതി ചേർക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കണം. താഴോട്ടാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എടുക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. എല്ലാ സൈഡിൽ നിന്നും ഒന്ന് നന്നായിട്ട് മടക്കിയിട്ട് അവിടെ പ്രസ് ആവുന്ന രീതിയിൽ തന്നെ മടക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ തന്നെ ഒന്ന് ഒട്ടി കിട്ടിക്കോളൂ കേട്ടോ. എന്നിട്ട് 4 സൈഡിലും ഞാൻ ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ബാക്കി മുഴുവനായിട്ട് തന്നെ ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ സ്നാക്സും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഒരു 3 സ്നാക്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തീ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് എല്ലാ സൈഡും ഒന്ന് റെഡിയാക്കിയിട്ട് വേവിച്ചിട്ട് എടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ എണ്ണ ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ ഒന്ന് എന്താ പറയുക തെറിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനിപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്തത് കൊണ്ടിട്ട് തന്നെ വേഗത്തിൽ നമുക്ക് ഇത് കളറിൽ മാറ്റം വരും കേട്ടോ. വേഗം നമുക്ക് ഉള്ളൊക്കെ വേവായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ അതാണ് പറഞ്ഞത്, ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൈഡൊക്കെ നമുക്കിതുപോലെ ഒന്ന് വെച്ചിട്ട് സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ അതങ്ങ് റെഡി ആയിട്ട് നിന്നോളും. അതിനിപ്പോൾ ഞാനിത് ഓരോ സ്നാക്സും ഒന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റിയാണ്. അപ്പോൾ ഇതാ ഞാൻ ബാക്കി കൂടി ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്നാക്സ് മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കുന്ന ഈ ഒരു സ്നാക്സ് ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഈ ഒരു പപ്സ് അതുപോലെ ബർഗർ ഒക്കെ തിന്നുന്ന അതേ ഒരു ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്നാക്സിന്. അപ്പോൾ മുട്ട വെച്ചിട്ടുള്ളൊരു ഫില്ലിങ് കൂടി ആവുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ളൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയാണ് ഉള്ളത് വീഡിയോ. ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഓക്കെ, ബൈ.